നമ്മൾ ഒത്തിരി ക്രിസ്ത്യൻ ബുക്സുകൾ, അതുപോലെ ഇപ്പോൾ ഒത്തിരി കണ്ടന്റ് ഉണ്ട് ടി വിയിലൊക്കെ ആണെങ്കിലും. മിന്നോ കിഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്പിരിച്വൽ ഇൻപുട്ട് അല്ലെ ബിബ്ലിക്കൽ ഇൻപുട്ട് കിട്ടുന്ന പല കാർട്ടൂൺസ്. അപ്പോൾ അവർ സൺഡേ ഞങ്ങൾ അത് മാത്രമേ സാധാരണ വെച്ച് കൊടുക്കാറുള്ളൂ, വേറെ കണ്ടന്റ്സ് ഒന്നും അങ്ങനെ വെച്ച് കൊടുക്കാറില്ല. അപ്പോൾ അവർക്കും അറിയാം. പിന്നെ അതിൽ കൂടി അവർ കുറേ ബൈബിൾ പഠിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ചെറുപ്പത്തിലേ മുതൽ അത് കണ്ട് യൂസ്ഡ് ആയത് കാരണം അവർക്കറിയാം, അത് അവർ കാണുന്നുണ്ട്. ടി വി കാണും, അവർ ബാക്കിയുള്ളതും കാണാറുണ്ട്, പക്ഷെ ഞങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടേ കൊടുക്കാറുള്ളൂ. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇച്ചിരി ടൈം വെച്ച് അവർക്ക് അറിയാം എത്ര സമയം കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങള് ഫ്രൈഡേയും സാറ്റർഡേയും വേറെ കാര്യങ്ങൾ വെക്കും, സൺഡേ ഇത് വെക്കും. അതല്ലാണ്ട് മേ ബി ഇച്ചിരി സ്പോർട്സ് കാണണമെങ്കിൽ സ്പോർട്സിന്റെ സാധനങ്ങൾ ഞങ്ങൾ വെക്കും. അത് നോട്ട് ടു മച്ച്. പിന്നെ ക്രിസ്ത്യൻ ബുക്സ് അത് അവിടെ കിട്ടാൻ ഇച്ചിരി പാടാണ്. പക്ഷെ ഞാനിങ്ങനെ കുറെ നോക്കി കണ്ടുപിടിച്ച് എഫേർട്ട് ഇട്ട് കുറച്ച് ക്രിസ്ത്യൻ ബുക്സുകൾ വാങ്ങിച്ച് ആ കണ്ടന്റ്സ് കൊടുക്കാനായിട്ട് നോക്കും. അപ്പൊ അവരിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ഒക്കെ ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് ചെല്ലാനായിട്ട്. പിന്നെ എനിക്കൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ ഒരു സ്പിരിച്വൽ ഫോർമേഷന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, ഈശോയുമായിട്ട് അവർക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് ഈശോ അവരുടെ കൂടെയുള്ള ഒരാളായിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ അല്ലേ. അപ്പൊ അത് കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചേട്ടന് ഓരോ കാര്യത്തിന് ഇവരെ കൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒക്കെ അവരിങ്ങനെ പിള്ളേർ ബാക്കിലിരുന്ന് സംസാരിക്കും, എൻ്റെ അടുത്ത് ഇതേപോലെ സംസാരിക്കും. അപ്പൊ അവരെന്തെങ്കിലും ചെറിയപ്പോൾ മക്കള് സ്വിമ്മിങ്ങിന് മൂത്ത രണ്ടുപേര് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു സ്വിമ്മിങ്. അപ്പോൾ അതിങ്ങനെ പറയുമ്പോഴത്തേക്കും അത് ഇരുന്ന് കേൾക്കും. അത് കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻഡിൽ പറയും, ഓക്കെ നമുക്കതൊന്ന് ഈശോയോടൊന്ന് പറഞ്ഞാലോ ഇന്നത്തെ ടെൻഷനൊക്കെ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് അവരുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിപ്പിക്കും. അവരെ കൂട്ടി ഈ പ്രാർത്ഥന നിങ്ങളും കൂടെ ഒന്ന് പറ എന്ന് പറഞ്ഞൊരു 1 സെൻറ്റൻസ് അത് പറയും. അത് കഴിഞ്ഞ് സ്വിമ്മിങ് പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു. നമ്മൾ പറയും അമ്മ പപ്പ അല്ലെങ്കിൽ ഇത്രയും ടെൻഷൻ അടിച്ച പോലെ ഒന്നും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഈശോ നമ്മുടെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ അവർക്കത് അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പം അങ്ങനെ അവരങ്ങനത്തെ ഇതുള്ളപ്പോൾ പറയും, അല്ലെ പപ്പ മമ്മ സറണ്ടർ പ്രയർ. ഹാലോ എന്ന് പറഞ്ഞ ആപ്പിൽ ഒരു സറണ്ടർ നൊവേനയുണ്ട്. അപ്പൊ ആ നൊവേന ഇങ്ങനെ ഭയങ്കര കുഞ്ഞു പിള്ളേരാണ്, അവർക്ക് ചെറിയ ചെറിയ ടെൻഷനുകളാണ്. ഇന്ന ആള് കാണും, അവൾ എന്നെ ചീത്ത പറയല, ഇടികൂടാൻ വരും. അപ്പൊ ആ പ്രാർത്ഥന സമർപ്പിച്ച് സറണ്ടർ നൊവേന. അപ്പൊ ഓരോ കോണ്ടെക്സ്റ്റില്, ഇപ്പൊ വേറെ സമയത്താണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന, അങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റ് ഇങ്ങനത്തെ ടെക്നോളജി ഉപയോഗിക്കുക. ഇപ്പൊ ഹാലോ ആപ്പ് വെച്ച് ഞങ്ങൾ പ്ലേ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു പോകും. പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങളുടെ ചുറ്റുമുള്ള ഇപ്പൊ ഞങ്ങൾ 2 ഫാമിലീസ് ഉണ്ട്, അതിൽ അവരും അവരുടെ വീട്ടിലും ചെയ്യുന്ന ഫെയ്ത്ത് റിലേറ്റഡ് കാര്യങ്ങൾ ഇവരും കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വേറെ ഫാമിലി, ഒരു ചേട്ടനുണ്ട്, GC ചേട്ടൻ, റോഷൻ ചേട്ടൻ പിള്ളേരെ ഞങ്ങളുടെ പിള്ളേരെ കൊണ്ട് കാറിൽ പോകുമ്പോൾ ഒരു ആംബുലൻസ് വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഹാബിറ്റാണ് അവിടെ പോയി ഒരു ഹെയിൽമേരി ചൊല്ലുന്നത്. അപ്പോൾ ചേട്ടൻ ഒരു ഹെയിൽമേരി ആംബുലൻസിന്റെ സൗണ്ട് അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ സൗണ്ട്, പോലീസിന്റെ സൗണ്ട്, കാർ സൈറൻ പോകുമ്പോൾ ഹെയിൽമേരി ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അവര് ഇപ്പൊ എവിടെ ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസൊക്കെ സൈറൻ അടിച്ച് പോവാണെങ്കിൽ അവർ ഹെയിൽമേരി ചൊല്ലും. ആര് ചുറ്റുണ്ടെങ്കിലും അവർ ചൊല്ലും. ഞങ്ങളായിട്ട് പഠിപ്പിച്ചതല്ല. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി അടുത്തുള്ള കമ്മ്യൂണിറ്റി വേണം പിള്ളേരെ ഫെയ്ത്തിൽ വളർത്താൻ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതില്ലാണ്ടാവുമ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിനെ കണ്ടുപിടിക്കണം, തേടി പിടിക്കണം, അവർ കമ്മ്യൂണിറ്റി ഉണ്ടാവാൻ വേണ്ടിയുള്ള എഫേർട്ട് ഉണ്ട്. അപ്പൊ ഇതൊരു പാരന്റിങ്ങിൽ അപ്പുറം ഒരു കമ്മ്യൂണിറ്റി ഫോർമേഷനും അതിൻ്റെ ഉള്ളിൽ വരും. അപ്പൊ ഈ സ്പിരിച്വൽ കണ്ടന്റ് കാര്യം പറഞ്ഞ ഇതുപോലെ പലരും ഗിഫ്റ്റും കൊടുക്കാറുണ്ട്. ഇപ്പൊ ബുക്സ്, ഇവർക്ക് ബുക്സ് ഞങ്ങൾ പറയും ബുക്സ് കൊടുത്തോ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പിള്ളേർക്കും മറ്റു ഞങ്ങളുടെ വയസ്സായിട്ടുള്ളവരും കാത്തലിക് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ പിള്ളേർക്ക് ഞങ്ങളും ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും.